SI നോട്ടിഫിക്കേഷൻ എത്തി. 2025 മെയ് മാസത്തോടുകൂടി പ്രിലിമിനറി എക്സാം നടക്കും. അതേ വർഷം തന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ മെയിൻസ് എക്സാമും നടക്കും. അപ്പോൾ കഴിഞ്ഞൊരു കൊല്ലത്തെ SI എക്സാം എഴുതിയിട്ടുള്ള എല്ലാ ആസ്പിറൻസിനും മനസ്സിലാവും PSC നടത്തിയതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള എക്സാമുകളിലൊന്നായിരുന്നു SI എക്സാം. സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ കാഠിന്യം ഇതിനൊരു കാരണമായിട്ടുണ്ട്, പക്ഷെ അതൊരു കാരണം മാത്രമാണ്. അപ്പോൾ ഇതിനൊക്കെ പുറമെ SI ഫിസിക്കൽ ടെസ്റ്റിലോട്ട് വിളിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 300 മാത്രമാണ്, അല്ലെങ്കിൽ 300-നോട് അടുപ്പിച്ച് മാത്രമാണ്. അപ്പോൾ ഇവിടെ എല്ലാ തവണയും വിളിക്കുന്ന ഈ ഒരു എക്സാമിന് ജയിക്കാനുള്ള സ്ട്രാറ്റജി എന്താണ്? നിങ്ങളുടെ SI എന്നുള്ള ആ ഒരു ആഗ്രഹം നടപ്പാകാൻ വേണ്ടി നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സാം അപ്രോച്ചാണ് ഇവിടെ എടുക്കേണ്ടത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രിലിമിനറി എക്സാം മാത്രം പഠിച്ചോ, ഏതെങ്കിലും റാങ്ക് ഫയലിലെ ഫാക്റ്റുകൾ മാത്രം പഠിച്ചോ ഒന്നും പാസ്സാകുന്ന ഒരു പരീക്ഷയല്ല ഇന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാം. അവിടെ വേണ്ടത് പ്രിലിമിനറി മെയിൻസ് അപ്രോച്ച് എടുത്തുകൊണ്ട് കൃത്യമായ റിവിഷൻ ചെയ്തുകൊണ്ട് സിലബസ് ഓറിയൻറ്റഡായി പഠിച്ചുകൊണ്ട് PSC മാതൃകകൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് എക്സാമിന് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് KS മെൻറ്ററിൻ്റെ SI എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് തുടങ്ങിയ മെത്തേഡുകളിലൂടെ നിങ്ങളെ റിവിഷൻ ഉറപ്പുവരുത്തുന്നു. അതിനൊക്കെ പുറമെ ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകൾ, ഇതിനൊക്കെ പുറമെ ക്ലാസ്സുകൾക്ക് ശേഷമുള്ള ഹാൻഡ് ഔട്ടുകൾ, അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇന്ന് ആസ്പിരന്റ് കമ്മ്യൂണിറ്റി ഏറ്റവും ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന KS മെൻറ്ററിൻ്റെ ടെസ്റ്റ് സീരീസ്. ഇതെല്ലാം കഴിഞ്ഞ് എക്സാം ഹാളിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് PSC ഇപ്പോൾ ഇതിനേക്കാൾ ടഫായ എക്സാം നടത്തിയാലടക്കം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിക്കാണും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് തുടക്കത്തിൽ തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇത്തവണത്തെ SI എക്സാം നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.